ലോകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത വെച്ച് നോക്കുകയാണെങ്കിൽ ആര് തുടങ്ങണമെന്നുള്ളിടത്താണ് ഇപ്പോൾ ഉള്ളത്. അതുമാത്രമേ ഇനി അറിയാനുള്ളൂ. എല്ലാം സെറ്റായിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വാർഷിപ്പ് എല്ലാ വൻകിട സന്നാഹങ്ങളോടുകൂടി ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വ്യത്യസ്ത കടലുകളിലായിട്ട് ബംഗൂരമിട്ട് ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. രണ്ടാമത് ഇസ്രായേലിൻ്റെ കാര്യമാണ്. ഇസ്രായേലാണെങ്കിൽ അയൺ ഡോം സിസ്റ്റവും താഡ് സംവിധാനവും നേരോത്രി സംവിധാനങ്ങളൊക്കെ ആവശ്യമായ ഇടങ്ങളിലൊക്കെ വളരെ ഭദ്രമായിട്ട് അത് സൂക്ഷിച്ച് നിലയുറപ്പിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തുടങ്ങാനുള്ള സമയമാണ്. ആ വിസൽ ഊതുന്ന സമയത്തേക്ക് കാത്തിരിക്കുകയാണ് ഈ ലോകവും ആ 3 രാജ്യങ്ങളും. എന്താണ് സംഭവിക്കുക എന്നുള്ളത് വല്ലാത്ത ഉത്തരം കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നേ പറയാനുള്ളൂ, യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവന്നിട്ടില്ല. ചില ആളുകളുടെ രാഷ്ട്ര താല്പര്യങ്ങൾ മാത്രമേ അവിടെ പരിരക്ഷിച്ചിട്ടുള്ളൂ. ഒരുപാട് ആളുകൾക്ക് മരണമാണ് ഇതിൻ്റെ പിന്നാലെയായിട്ട് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഇനി ഒരു വല്ലാത്തൊരു ഹൈ മൊമെൻറ്റിലേക്ക് പോവാണ്. ഹൈ അലേർട്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള വാർത്തകളൊക്കെ. ഇറാൻ ഭരണകൂടമാണെങ്കിൽ അതിനേക്കാൾ അലേർട്ടഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയത്തുള്ള ഖാംനൈ അഥവാ പരമോന്നത നേതാവിനെതിരെ ചെറിയൊരു അനക്കം പോലും ഞങ്ങളുടെ തുറന്ന യുദ്ധത്തിന് അനുമതിയായിട്ട് മനസ്സിലാക്കുകയും തുറന്ന യുദ്ധം ആരംഭിക്കുകയും ചെയ്യും. മാത്രമല്ല അതിൽ നിങ്ങളുടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്നണി പ്രവർത്തകരായിട്ട് ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവരെയൊക്കെ നമ്മൾ നിലം പരിശാക്കുകയും എന്നുള്ള ആ വർത്തമാനം വന്നതോടുകൂടി ലോകം ഒന്നുകൂടിയും ആശങ്കപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇറാൻ അറിയാം, പ്രമാണങ്ങളിലൊക്കെ നോക്കിയാൽ ഇറാൻ പരാജയപ്പെടുമെന്ന്. പക്ഷേ പരാജയപ്പെടുമെന്നത് കൃത്യമാണെങ്കിൽ പോലും അതിൻ്റെ പിന്നാലെ ആരെയൊക്കെ പരാജയപ്പെടുത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ കണക്കുകൂട്ടി വെച്ചത് എന്ന് തോന്നിപ്പോകുന്നു. കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖത്തറിൻ്റെ കാര്യം ഇറാൻ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഖത്തറിലെ അതുകൊണ്ട് തന്നെ അൽ ഉദൈദ് എന്ന് പറയുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ആ പട്ടാള ക്യാമ്പിൽ നിന്ന് സ്റ്റാർ അഥവാ 5 സ്റ്റാറുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോയി അവരുടെ തിരിച്ചു വലിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത എന്നതറിയില്ല. എങ്ങനെയാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ തുടങ്ങുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വലിയ രൂപത്തിൽ ഇറാൻ അതിക്രമം അല്ലെങ്കിൽ കടന്നുകയറ്റം നടത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ വാർഷിപ്പുകൾ നങ്കൂരമിട്ട് ഊഴത്തിന് കാത്തിരിക്കുമ്പം എങ്ങനെയൊക്കെ ആയിരിക്കും ഇറാൻ്റെ പ്രതികരണം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ്. എന്താണെങ്കിലും ഒരു ഘോരമായ യുദ്ധമായിരിക്കും. എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്ന സമയത്ത് നമുക്കിനി കാത്തിരിക്കാനുള്ളത് ആ യുദ്ധത്തിൻ്റെ വിളംബരം മാത്രമാണ്. എങ്ങനെ പറയുമ്പോഴും യുദ്ധം അപകടമാണെന്നുള്ളത് കൂട്ടിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. യുദ്ധമില്ലാതെ ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം തള്ളിക്കളയാൻ കഴിയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടതും വരേണ്ടതുമായതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വിശാലമായിട്ട് നമുക്ക് സംസാരിക്കാം. എന്താണ് ഈ മണിക്കൂറുകളിൽ വരുന്നത് എന്ന് നോക്കിയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എല്ലാവർക്കും നന്ദി.